സർവോപരി ആ പാർട്ടിയുടെ ശരി, ശ്രീ കെ ഷാക്കിർ, അവിടെ യൂത്ത് ലീഗിനെയും വേറിട്ട് കാണാൻ കഴിയുകയില്ല. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടതാണ്, അവിടെ ഒരു ത്രയമുണ്ടായിരുന്നു. ആരൊക്കെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, പി കെ ഫിറോസ്. റീലുകളുടെ പ്രളയമായിരുന്നുവല്ലോ. അവിടെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വന്നത്. റീലല്ല, റിയലാണ് വേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ യൂത്ത് ലീഗും ഈ ആരോപണ വിധേയനായിരുന്ന സമയത്ത്, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട സമയത്ത് ആനയിച്ചു കൊണ്ടുവരികയായിരുന്നു പാലക്കാട് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. റെജി വിഡ്ഢിത്തം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം സർക്കാരിനെ ന്യായീകരിച്ച് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സമനില തെറ്റിയോ തോന്നുന്നുണ്ട്. എന്തിനാ മഞ്ജുഷ ഈ ജാതി ഇല്ലാ കഥകൾ പറയുന്നത്? യൂത്ത് ലീഗ് എവിടെയാണ് അവരെ ന്യായീകരിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്? UDF ഒരു സ്ഥാനാർത്ഥിയായി പാലക്കാട്ട് മത്സരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട റെജി, ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട റെജി, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. നിങ്ങൾ പറയുമ്പോൾ കേട്ടുന്നതല്ലേ? നിങ്ങൾ യൂത്ത് ലീഗിനെ നിങ്ങൾ അല്ലല്ല, പ്ലീസ് ഒരു മിനിറ്റ്, അല്ലല്ല ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളൂ, ക്ഷമയോടെ കേട്ടോളൂ, കുഴപ്പമില്ല. നിങ്ങൾ എന്താണ് പറഞ്ഞോളൂ ഷാക്കിർ, പറഞ്ഞോളൂ. അല്ല ഷാക്കിർ പറഞ്ഞോളൂ. ഞാൻ പറയാം. അതായത് UDFന്റെ ഒരു സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഒരു പ്രതിനിധിയെ വിട്ടാൽ അത് ജയിപ്പിക്കേണ്ട ബാധ്യത എല്ലാവർക്കും അറിയാം. മുന്നണിയിലെ പ്രബല കക്ഷിയെ മുസ്ലിം ലീഗ് എക്കാലത്തും അത് സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ട് വിജയിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകളെ കൂടെ നടന്നതൊക്കെ വലിയ പാതകമായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇനിയും കോൺഗ്രസ് ആരെയെങ്കിലും മുന്നോട്ട് വെച്ചാൽ അത് വളരെ വലിയ താല്പര്യത്തോടെ വിജയിപ്പിക്കുന്ന പണി യൂത്ത് ലീഗ് ഏറ്റെടുക്കും. അല്ലാതെ ആരോപണ വിധേയരായ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് എന്താ വിശദ അഭിപ്രായം പറയാത്തത്, ലീഗിന് അതിൻ്റെ പണിയില്ല. ഞാൻ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ലീഗിൻ്റെ അഭിപ്രായം പറയാനല്ല. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ ഈ കേരളീയ സമൂഹത്തിൻ്റെ ഒരു നമുക്ക് മനസ്സിലായിട്ടുള്ള വ്യക്തിപരമായ നിരീക്ഷണം നടത്തുകയാണ്. അത് പാർട്ടിയോ അല്ലെങ്കിൽ മാന്യന്മാരോ ചർച്ച ചെയ്യുന്ന വിഷയമാണത്. നിങ്ങൾ ഈ ചാനൽ ചർച്ചക്കെടുത്ത് ഈ ജാതി അപവാദ കഥകൾ, അപസർപ്പ കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങൾക്കൊക്കെ പങ്കുണ്ട്. എന്ത് ഗുണമാണ് മലയാളികൾ? കോടതിയും ഞാൻ പറയട്ടെ കോടതിയും പോലീസ് സംവിധാനങ്ങൾ തീരുമാനിച്ചോട്ടെ. അവരെ സംരക്ഷിക്കാൻ കേരളത്തിൽ ആരുമില്ല. ആകെ സംരക്ഷിച്ചു നിർത്തുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ CPM ആണ്. അവർക്ക് രാഷ്ട്രീയ താല്പര്യമാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളെ കൂടെ പലപ്പോഴും ന്യൂസ് 8 ചർച്ചയ്ക്കിരുന്ന ആളാണ് രാഹുൽ ഈശ്വർ. ഇപ്പോ അദ്ദേഹത്തിനെ ജയിലിലടച്ച് ആരോഗ്യസ്ഥിതി മോശമായിട്ട് ആശുപത്രിയിൽ മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, എന്തിനാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്? കള്ളക്കേസല്ലേ? അദ്ദേഹം ആ സ്ത്രീയുടെ ഇരയുടെ പേര് വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? അപമാനിച്ചിട്ടുണ്ടോ? അപ്പൊ അത്തരത്തിൽ നിരപരാധികളെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലെടുക്കുക, അത് കോടതി വിധി പറയണമെന്നെങ്കിൽ കോടതി വിചാരണ നടക്കണം. കുറ്റവാളിയായി തീരുമാനിക്കണമെന്നെങ്കിൽ കോടതി വിധി പറയേണ്ടതുണ്ട്. ഇപ്പൊ പോലീസ് ചാർത്തിയിട്ടുള്ള പ്രതിപട്ടം മാത്രമേ ഉള്ളൂ. അതിലൊന്നും നിങ്ങൾക്കാർക്കും ചർച്ചയില്ല. ഇവിടെ ശബരിമലയിൽ കോടിക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയ CPM മുൻ MLA ഇപ്പൊ ജയിലിലാണ്. M മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകളെ നിയമസഭ അകത്ത് വെച്ച് പാർട്ടി വേദിയിൽ പ്രസംഗിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം റജിയെ പോലെയുള്ള ആളുകൾ ഇവിടെ കോൺഗ്രസ് വളരെ അന്തസ്സായ തീരുമാനമെടുത്ത കോൺഗ്രസിനെ കളിയാക്കാൻ വന്നിരിക്കുന്നത്. ഇത് കാണുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ മലപ്പുറത്ത് ഏത് ഭാഗത്താ വന്നെന്നറിയില്ല. നിങ്ങളോട് പറഞ്ഞത് ഒരു പക്ഷേ CPMകാർ തലയിൽ മുണ്ടിട്ട് നടക്കാനായിരിക്കും. കാരണം 8ഓളം പ്രമുഖ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാണ്? അല്ല റജി, അതായത് മഞ്ജുഷേ ആഭ്യന്തരമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഓഫീസിലെ നിയന്ത്രിക്കുന്ന P ശശി, അദ്ദേഹം എവിടെയായിരുന്നു ഇത്രയും കാലം? ഞങ്ങൾ ഏതെങ്കിലും വ്യക്തിയെ കുറ്റവാളിയായി മുൻകൂട്ടി പറയാനോ ശേഷം പറയാം അവരെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാനോ ഇല്ല. അവർക്ക് കുറ്റം ചെയ്ത ആളുകൾക്ക് രാജ്യത്തെ നിയമം അനുസരിച്ച് ശിക്ഷ കിട്ടട്ടെ. അവിടെ പാർട്ടി കോടതി കൂടി ശിക്ഷിക്കലും പാർട്ടി കോടതി കൂടി തീവ്രത അളക്കലും ആ ജാതി വൃത്തികെട്ട ഏർപ്പാട് ഇന്നലെയും പത്തനംതിട്ട ജില്ലയിൽ ഒരു CPM മഹിളാ നേതാവ് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ചർച്ചയുണ്ടോ? ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്വർണ്ണക്കൊള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലതവണ നമ്മൾ ഇതേ ഫ്ലോറിൽ ചർച്ച ചെയ്തതാണ്. ഇന്നും സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാമായിരുന്നു. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണമാണ് ഇതൊന്നും സാധിക്കാതെ വരുന്നത്. ശ്രീ ഷാക്കിർ, അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിങ്ങൾക്ക് പ്രശ്നമാക്കുന്നത് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അയാളെ ആനയിച്ചുകൊണ്ട് വന്നതും പ്രശ്നമായി. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വല്ല ആനുകൂല്യം കിട്ടുന്നുണ്ടെന്നുള്ളതാണ്.
അല്ല ഈ ചർച്ചക്കെടുക്കാൻ നിങ്ങളെ പോലെയുള്ള ചാനലുകൾക്ക് വല്ല സൗകര്യങ്ങളും ഇവർ ചെയ്തു തരുന്നുണ്ട് സംശയമാണ്. നിങ്ങൾ ഇത്തരം വിഷയങ്ങളല്ലാണ്ട് മുതൽ ഇതേപോലെയുള്ള സമാനമായ സംഭവങ്ങൾ അല്ല ഇത് നോക്കൂ, നിങ്ങൾ നോക്ക്. ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് അത് ആരോപണം പരാതിയായി എഴുതി മുഖ്യമന്ത്രി വാങ്ങിച്ച് പോലീസിന് കൈമാറി പോലീസ് FIR ഇട്ട് കോടതിയിൽ ഇരിക്കുന്ന കാര്യം എന്താ ചെയ്യേണ്ടത്? കോടതി തീരുമാനിക്കും. നിയമ സംവിധാനത്തിന് മുന്നിലെത്തിയിട്ടുണ്ട്. രാജ്യത്തെ നിയമം അനുസരിച്ച് ശിക്ഷിക്കട്ടെ. ലീഗിന്റെ നേതാവായ താങ്കൾക്ക് അത് ബോധ്യമായിട്ടില്ല. അതാണ് ഞാൻ PK ഫിറോസിന്റെ കാര്യം പറഞ്ഞത്. PK ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ശ്രേയമായിരുന്നു. അപ്പോൾ ഫിറോസിനെ പേടിച്ചിട്ടായിരിക്കും താങ്കൾ ഇപ്പോൾ ഈ രീതിയിൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നത് അല്ലേ? അല്ല, ഞാൻ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചിട്ടില്ല. ന്യായീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി താങ്കൾ എന്താണ് പറഞ്ഞത്? താങ്കൾ പറഞ്ഞത് അല്ലല്ല, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഈ ചർച്ച നടത്തുകയാണെന്ന് സംശയമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ PK ഫിറോസിനെ പേടിച്ചിട്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്. കാരണം PK ഫിറോസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഈ ത്രയമായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ റീൽസുമായിട്ട് അഴിഞ്ഞാടിയത്. അപ്പോൾ PK ഫിറോസിനെ പേടിച്ചിട്ടാണ് താങ്കൾ ഈ പറയുന്നതെങ്കിൽ അല്ല, അത് കേരളത്തിലെ മിടുക്കരായ യുവജന നേതാക്കന്മാരെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പേടിക്കല്ലേ? CPM കോട്ടയിൽ പോയി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിൽ ഭരണകൂടത്തിന്റെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവന്ന മിടുക്കനായ യുവജന നേതാവ് PK ഫിറോസിനെയും നിങ്ങളെ ദയവ് ചെയ്ത് ഇകഴ്ത്താൻ നോക്കില്ല. അല്ല, നിങ്ങൾ നോക്ക്, അദ്ദേഹം ഈ വിഷയത്തിൽ കുറ്റക്കാരനാണെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ, നിരപരാധിയാണെങ്കിൽ പുറത്തു വരട്ടെ, നമുക്ക് അപ്പൊ അഭിപ്രായം പറയാം. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അത് കോടതി താങ്കൾ നേരത്തെ പറഞ്ഞ ഈ വിഷയം ചർച്ച ചെയ്തത് ആരുടെ കയ്യിൽ നിന്ന് എന്തോ മേടിച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരുടെ കയ്യിൽ നിന്ന് എന്തോ മേടിച്ചിട്ടാണെന്ന് കേട്ടല്ലോ. എന്ത് സംശയം? സ്വർണ്ണക്കൊള്ളയുടെ ചർച്ച ആകാതിരിക്കുന്നതിന് കാരണം നിങ്ങളാണ്. നിങ്ങൾക്ക് സർക്കാരിനെ ഉന്നയിക്കാൻ നിരവധി വിഷയങ്ങളുണ്ടായിട്ട് ആ ഒരു വിഷയം ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നയാളാണ്. അയാളെ ഇത്രനാളും സംരക്ഷിച്ചുകൊണ്ടാണ് സംഭവിച്ചത്. അത് ഷാഫി പറമ്പിൽ അതിനകത്തെ ഒന്നാമത്തെ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ശ്രീ ഷാക്കിർ, എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ താങ്കൾ പറഞ്ഞു ഷാഫി പറമ്പിൽ എന്തോ വലിയ ജനപ്രിയനായ നേതാവെന്നൊക്കെ പറഞ്ഞല്ലോ. ഇന്നലെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നത്? ഷഹനാസ് എന്നയാൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പോയത്? മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഷാഫി പറമ്പിലെ UDF നേതാക്കന്മാർ ഒളിച്ചോടിയിട്ടില്ല. എന്താണ് മഞ്ജുഷേ? അല്ലല്ല, എന്തിന് വായടക്കണം? ഞാൻ പറയാം. താങ്കൾ മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. നമ്മൾ രണ്ടും സംസാരിച്ചാൽ ആരും കേൾക്കില്ല, അത്രേ ഉള്ളൂ. താങ്കൾ മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. പറഞ്ഞത് ഞാൻ മറുപടി പറയട്ടെ. താങ്കൾ മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചുള്ളൂ. താങ്കൾ മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. ഞാൻ പറയട്ടെ പ്ലീസ്. അല്ല, താങ്കൾ മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. താങ്കൾ എന്തായാലും അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. അല്ല, രാഹുൽ ഷാഫി പറമ്പിൽ ഒളിച്ചോടിയത് എങ്ങനെയെന്ന് താങ്കൾ ചോദിച്ചോളൂ. ഞാൻ പറയാം താങ്കൾ മിണ്ടാതിരുന്നാൽ. അത് നിങ്ങളുടെ വ്യാഖ്യാനങ്ങളല്ലേ പറ്റി നേരത്തെ തന്നെ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ഷഹനാസ് എന്നുള്ള വ്യക്തി പറഞ്ഞല്ലോ. കോൺഗ്രസ്സുകാരിയാണല്ലോ. ആ കാര്യത്തെ കുറിച്ച് ഷാഫിയോട് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞത് രേഖാമൂലമുള്ള ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. രേഖാമൂലം പരാതി കൊടുത്തെന്ന് ഷഹനാസും പറഞ്ഞിരുന്നില്ല. ശ്രീ CK ഷാക്കിർ, അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് പിന്നെ ഒരൊറ്റ പാച്ചിലായിരുന്നു ഷാഫി പറമ്പിൽ പിന്നീട് മാധ്യമങ്ങളോട് അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട്. കേട്ടോ, ശരി. ശ്രീ പണിക്കർ,